ഹലോ ഗൈസ്, ഞാൻ ഇന്നിവിടെ പറയുന്നത് നമ്മുടെ രേണുസുധിയുടെ കാര്യമാണ്. കാരണം ഈ കുട്ടി എന്ത് തെറ്റാണ് സമൂഹത്തോട് ചെയ്തത്, അല്ലെങ്കിൽ എന്ത് മോശമായ സന്ദേശമാണ് ഇവൾ കൊടുത്തത്. കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണുസുധി. അപ്പം നല്ലൊരു കലാകാരനായിരുന്നു കൊല്ലം സുധി. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന ഒരു മേൽവിലാസം രേണുസുധിക്കുണ്ട്. അപ്പോൾ രേണുസുധിയെ സംബന്ധിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ലൊരു കലാകാരിയാണ്, നല്ലൊരു ഗായികയാണ്, അഭിനയിക്കുവാനുള്ള കഴിവുണ്ട്. അങ്ങനെ ജനശ്രദ്ധ പിടിച്ചു പറ്റുവാനുള്ള എല്ലാ കഴിവുകളും ആ കുട്ടിക്കുണ്ട്. അപ്പോൾ അതിനറിയാവുന്ന ഒരു തൊഴിലാണിത്. ഹസ്ബൻഡ് ഒരു കലാകാരനായിരുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് നേരത്തെ കലയുമായിട്ട് നല്ല ബന്ധമുണ്ടായിരിക്കും. കലാകാരിയാണ്, നമുക്ക് കാണുമ്പോൾ അറിയാം. അഭിനയവും അതിൻ്റെ ഗാനവും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം. നന്നായിട്ട് പാട്ട് പാടും, അഭിനയിക്കും, അഭിനയ മികവുണ്ട്, നല്ല ആവശ്യത്തിനുള്ള സൗന്ദര്യമുണ്ട്. അപ്പോൾ എല്ലാ കഴിവ് ഉണ്ട്. അപ്പോൾ ഈ കുട്ടിയെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യരിന്നുണ്ട്. അവരെയൊക്കെ നമ്മൾ പൊതുസമൂഹം ന്യായീകരിക്കുന്നു. പലപ്പോഴും അങ്ങനെയുള്ളവരെ പലരും ന്യായീകരിക്കുകയും തെറ്റുകൾ ചെയ്യുന്നവരെ എന്തു ചെയ്യും, അവർക്ക് ശിക്ഷിക്കാതെ ഇരിക്കുവാനുള്ള മാർഗങ്ങളും ഒക്കെ അവലംബിക്കുന്നുണ്ട്. അപ്പം തെറ്റുകൾ ചെയ്തവരെല്ലാം പുറത്തിറങ്ങി അവർ നിർലോഭം ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു പാവം പെൺകുട്ടി. അവൾ ജീവിക്കുന്നതിന് വേണ്ടി അവൾക്കൊരു കൊച്ചു മകനുണ്ട്. പിന്നെ അതുപോലെ ഹസ്ബൻഡിൻ്റെ ആദ്യത്തെ വകയിലുള്ള മകൻ. അപ്പോൾ അതിനെല്ലാം സ്വന്തം മകനെ പോലെയാണ് നമുക്ക് കാണുവാൻ കഴിയും. കിച്ചുവും ഋതപ്പനും എന്നൊക്കെ പറഞ്ഞ് മക്കളെ ഇങ്ങനെ താലോലിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. കുട്ടികളോടുള്ള രേണുസുധിയുടെ ഓരോ സംസാരവും കുട്ടികളോടുള്ളൊരു വാത്സല്യമാണ്. മൂത്ത മകനോടും ഇളയ മകനോടും ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ സ്വന്തം അമ്മമാർ പോലും മക്കളെ തള്ളിപ്പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് മൂത്ത മകനെ വളരെ സ്നേഹത്തോടു കൂടിയാണ് ഓരോ സന്ദർഭത്തിലും രേണുസുധി അവനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി ചെയ്യുന്ന തെറ്റെന്താ? ഈ കുട്ടിക്ക് അറിയാവുന്ന ഒരു തൊഴിൽ ഈ കുട്ടി ചെയ്ത് ജീവിക്കുന്നു. അതിന് നമ്മളൊരു കയ്യടിയല്ലേ കൊടുക്കേണ്ടത്? നമ്മളെ കൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റും. പക്ഷേ അവരെ ശാശ്വതമായിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റുകയില്ല. അവരെന്നും യാതൊരു തെറ്റും ഈ പെൺകുട്ടി ചെയ്യുന്നില്ല. അതിനറിയാവുന്ന ഒരു തൊഴിൽ ചെയ്ത് മാത്രം അത് ജീവിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ കുട്ടിയുടെ നേർക്കുള്ള ഈ ആക്രമണം ഒന്ന് നിർത്തി അവരെ സ്വസ്ഥമായിട്ട് ജീവിക്കുവാൻ അനുവദിക്കുക. അവർക്കറിയാവുന്ന ജോലി ചെയ്ത് പാവം ജീവിക്കട്ടെ, കുഞ്ഞുങ്ങളെ വളർത്തട്ടെ. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ അതിന് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ജോലി തുടരട്ടെ. എല്ലാവർക്കും താങ്ക് യു.